കുറ്റിപ്പുറം ബസ് മറിഞ്ഞു. ഒരാൾ മരിച്ചു. ഒരുപാട് ആളുകൾ പരിക്കുണ്ട്. അപ്പോൾ അവിടുത്തെ എം.എൽ.എ പറഞ്ഞു അവിടെ റോഡ് പണിയുടെ ഒരു പോരായ്മ, അശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞു കണ്ട്. അവിടെ ഒരു അശാസ്ത്രീയ പ്രശ്നവുമില്ല. ഹൈവേയിൽ എങ്ങനെ വണ്ടി ഓടിക്കേണ്ടതെന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ല. മനസ്സിലായ? ഓരോ വാഹനത്തിനും പോകാനും ഓരോ ട്രാക്ക് ഉണ്ട്. അതായത് ട്രാക്കിന് ഓരോ സ്പീഡുണ്ട്. ഇതൊന്നും നോക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും നമ്മുടെ നാട്ടിൽ എന്ത് നിയമമുള്ളത്? ഒരു നിയമമില്ല. ആ വണ്ടിക്ക് ഫിറ്റ്നസ് പോലും നമ്മൾ അതായത് ഫിറ്റ്നസ്സിന് ബ്രേക്ക് എടുക്കാൻ പോകാൻ കൊണ്ടുപോകുന്നു വേണ്ട. എവിടെയെങ്കിലും ഇട്ടിട്ടാണെങ്കിലും അത് പാസ്സാക്കി കൊടുക്കാൻ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ വരും. ഇവർക്കൊക്കെ എന്താണ് ഈ ഡ്രൈവറൊക്കെ അവസ്ഥ, ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്യണത്, ഇവരെ പിന്നെ മൈൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരും വേറെന്തെങ്കിലും മദ്യലഹരിയിലാണോ, മദ്യം അതായത് വല്ല മയക്കുമരുന്ന് അടിമയാണോ, ഇതൊന്നും നോക്കാൻ ആളില്ല. തോന്നിയ പോലെ ഡ്രൈവ് ചെയ്യുക, തോന്നിയ സ്പീഡിൽ പോവുക, ഒന്നിനൊരു ശ്രദ്ധയില്ല. റോഡിനൊന്നും ഒരു കുഴപ്പമില്ല. പുതിയ ഐറ്റംസ് റോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത്, ഏത് ട്രാക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതിനൊക്കെ നല്ല ചെറിയ ചെറിയ ഈ 2000 1000 അല്ല ഫൈൻ കൊടുക്കുക, നല്ല കൊടുമ്പിരി കൊണ്ട ഫൈന് കൊടുക്കണം ആദ്യം. അല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം വരില്ല. ഇത് അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. 2 ദിവസം അതിൻ്റെ ഒരു ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് അതിൻ്റെ വഴിക്ക് പോവും, ഇവർ ഒരു വഴിക്കും പോവും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ടീമാണ് ഈ പ്രൈവറ്റ് ബസ്സിൽ. എങ്ങനെയാണ് ഒരു റോട്ടിൽ ഓടണമെന്ന് അറിയോ? പേടിയാണ് റോട്ടുമ്പോൾ ഇറങ്ങാൻ. നമ്മളൊക്കെ പ്രൈവറ്റ് നമ്മുടെ വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവന് ഭയങ്കര പേടിയാണ്. കാരണം നമ്മളിനി എങ്ങനെ പോയാലും, പണ്ടൊരു ചൊല്ലുണ്ട്, ഇല മുള്ളിൽ പോയാലും മുള്ളിൽ ഇലമ വീണാലും കേടി ഇലക്കാണ് പറഞ്ഞാൽ. നമ്മളിനി എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇവർ കണ്ണും മൂക്കില്ലാതെ വരിക ചെയ്യുക. ആകെ ചിലപ്പോൾ 2 ട്രാക്ക് ഉണ്ടാവുമല്ലോ, പക്ഷെ ഇവർ വന്നുകൊണ്ടത് 3 4 ട്രാക്കൊക്കെ ആക്കി മാറ്റിയിട്ട് ഇവരങ്ങോട്ട് പോകും. എന്തിനാണ് ഇങ്ങനെ ഒരുപാട് പെർമിറ്റൊക്കെ കൊടുക്കണ ഈ സമയമില്ലാതെ? ഇതൊക്കെ ശരിക്ക് ഗവൺമെൻറ്റിനാണ് ആദ്യം പറയേണ്ടത്. അതേപോലെ തന്നെ ഇവിടുത്തെ പോലീസ് MVDനൊക്കെ നിങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്യണം. ഹൈവേയിൽ എങ്ങനെ സ്പീഡിലാണ് പോണത്, ഈ ഡ്രൈവർമാർക്ക് എങ്ങനെ ഫിറ്റ്നസ്, ഇവരെ ഫിറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കണം. അല്ലാതെ ഫുള്ള് കഞ്ചാവും കള്ളും MDM ഇതൊക്കെയാണ് ഇപ്പോൾ സകല ആൾക്കാരെടുത്തും. ഒരു ലെവലിൽ അങ്ങോട്ട് പോവാണ്. എന്താ ഒരു അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയണില്ല. ഇത് പോണ് കണ്ടാൽ വിചാരിക്കും എവിടേക്കാ പോയി പോണ്, എങ്ങനെ ഇത് പോണ്. ആകെ 2 ട്രാക്ക് അല്ലെങ്കിൽ 3 ട്രാക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഓൾറെഡി അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ടാവും, 1 വേ റോഡാണെങ്കിൽ പോലും. പക്ഷേ 1 വേ കൂടെ 2 വേക്ക് ഉപയോഗിക്കുന്നതാണ് ചിലപ്പോൾ വരും. അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടികൾക്കുള്ള റോഡാണെങ്കിൽ പോലും കാണാൻ ഇവിടുന്ന് അങ്ങോട്ടൊക്കെയാണ് കയറി പോണത്. അത് നോക്കാനോ, അത് റോങ് ആയി കയറി പോകുമ്പോൾ അവിടെ ഒരു ക്യാമറ അല്ലെങ്കിൽ അതിനൊരു നടപടി എടുക്കാനൊന്നും ഒരു നിയമമില്ല, ഒരു വണ്ടാറുമില്ല. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അപകടങ്ങൾ നടക്കും. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഒരുപാട് ആളുകൾ അപകടത്തിൽ ഇങ്ങനെയൊക്കെ കുറേ പ്രതിസന്ധിയായിട്ട് അവിടെ കിടക്കും. ആരോടാ പറയല്ലേ? ആരോടും പറയണ്ട. ഒക്കെ നമ്മൾ സഹിക്കുക. പക്ഷെ ഒരു സമയത്ത് ജനങ്ങളൊക്കെ കൂടി ഇറങ്ങും. ഇതൊക്കെ എന്താ വേണ്ടത് അറിയോ? ഒന്നും നോക്കരുത്, പെരുമാറുക തന്നെ. എന്തേലും റോങ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പിടിക്കുക, പൊട്ടിക്കുക റോട്ടുമട്ടിട്ട്. ഒന്നും നോക്കരുത്. നിയമല്ലേ? എന്ത് നിയമം? ഇവർക്കില്ലാത്ത എന്ത് നിയമം പിന്നെ നമ്മൾ നോക്കണ്ടേ? ഇവർക്ക് ഒരു പേടിയില്ല. ഇവരെ തൊടാനുള്ള നിയമം ഇല്ലാണ്ടെങ്കിൽ നമ്മളെ തൊടാനും നിയമം ഉണ്ടാവില്ല. എന്താ പറയുക, എന്താ കാട്ടുക? സഹിക്കന്നെ. ഇനിയിപ്പോൾ ഏതായാലും 2 ദിവസം നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? അമിത സ്പീഡ്, അമിത വേഗം, ബസ് മറിഞ്ഞു, ഒരാൾ മരിച്ചു, കുറേ ആളുകൾ ആസ്പത്രിയിൽ അപകടത്തിൽ, 2 3 ആളൊക്കെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നുണ്ട്. ചർച്ച തുടങ്ങിയാൽ നമുക്ക് നോക്കല്ലേ?